ഇവിടെ നിന്ന് ഇവർ ഇറങ്ങിപ്പോകുന്നതിന് മുൻപേ ആദില നൂറ അനുമോൾ തമ്മിലുള്ള വഴക്ക് തീർത്തിട്ടേ പോകാവൂ എന്ന് ശപഥം ചെയ്തിരിക്കുകയാണെന്ന് തോന്നുന്നു നമ്മുടെ ബിഗ് ബോസ്. അതിനുവേണ്ടി ബിഗ് ബോസ് പല ടാസ്കുകൾ ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയാണ് അവർ പ്രതികരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു പുതിയ പ്രമോ വന്നിട്ടുണ്ട്, ഒരു പുതിയ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടുള്ള ആ ഒരു മൂമെൻറ്റ്സ് ഒക്കെ കോർത്തിണക്കിക്കൊണ്ട് ബിഗ് ബോസ് ഒരു പ്രമോ ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് അനുമോളും ആദിലയും നൂറയും കൂടെ സൗഹൃദം പങ്കിട്ട കുറേ നിമിഷങ്ങൾ ബിഗ് ബോസ് അതിനകത്ത് കാണിക്കുന്നുണ്ട്. ആദില നൂറ അനുമോൾ മാത്രമല്ല കേട്ടോ, പല ആൾക്കാരുടെയും വീഡിയോ കാണിക്കുന്നുണ്ട്. നമ്മുടെ ആര്യനും ജിസയിലും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ഷാനവാസും ആദിലും നൂറയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ബിന്നിയുടെ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അതേപോലെ അക്ബറും ഷാനവാസും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാവരുടെയും ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ കാണിച്ചിരിക്കുന്നത് ആദില നൂറ അനുമോളുടെ കാര്യങ്ങൾ തന്നെയാണ്. അത് ലാലേട്ടൻ വരെ കണ്ണ് നിറഞ്ഞ് പറഞ്ഞൊരു സീൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് എന്തോരം വഴക്കുണ്ടാക്കിയ രണ്ടുപേരാണ് ആദില നൂറ, എന്നിട്ട് ഇവരുടെ ഇപ്പോഴത്തെ സ്നേഹം കണ്ടിട്ട് എൻ്റെ കണ്ണ് നിറയുന്നു എന്ന് ലാലേട്ടൻ പറഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ വീട്ടിലോട്ട് ആളുകൾ കയറി കഴിഞ്ഞപ്പം സ്വഭാവം മാറ്റിയ ഒരു വ്യക്തിയാണ് ആദില നൂറ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അനുമോളുടെ അടുത്ത് കാണിച്ചൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഒരു വീഡിയോ കാണുമ്പം ഇവർക്ക് പിന്നെ സ്നേഹം വരും, ഓർമ്മകൾ തിരിച്ചു വരും. അവർ നല്ല രീതിയിൽ നടന്ന മുഹൂർത്തങ്ങൾ അവർക്ക് ഓർമ്മ വരും. കാരണം ഇവിടെ നിൽക്കുമ്പോൾ അവർക്ക് അതൊക്കെ മറക്കുമല്ലോ. അവർക്ക് അന്നേരം ഉണ്ട കാര്യങ്ങൾ മാത്രമാണ് അവർ ചിന്തിക്കുന്നത്, ഈ ആദില നൂറയൊക്കെ. അപ്പം ഇതൊക്കെ കണ്ട സമയത്ത് അനുമോളുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്, ആദില അവിടെ നിന്ന് കരയുന്നുണ്ട്, നൂറ് അവിടെ നിന്ന് കഴിയുന്നുണ്ട്. ഇത്രയും പറഞ്ഞ് കേട്ട് കഴിഞ്ഞപ്പം ആദില എണീറ്റ് വന്ന് നമ്മുടെ അനുമോളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് പലർക്കും സന്തോഷമായി. ലാലേട്ടൻ അന്ന് കണ്ണ് നിറഞ്ഞതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ഇത് കണ്ടിട്ട് കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഒരാൾ എഴുന്നേറ്റ് വന്ന് പുറകെ കൂടെ വന്ന് കെട്ടിപ്പിടിക്കുന്നു. ആരാ? നമ്മുടെ ശൈത്യ എന്തിനാണോ കെട്ടിപ്പിടിക്കുന്നത് എനിക്ക് മനസ്സിലാവത്തില്ല. ശൈത്യ പുറത്തിറങ്ങി അനുമോളെക്കുറിച്ച് ഇനി പറയാനൊന്നും ബാക്കിയില്ല. ഇവിടെ കയറി വന്നതും അവളുടെ പേര് നന്നാക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലാതെ അനുമോളുടെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ടൊന്നുമല്ല. അപ്പം ഈ അനുമോളും ആദിലയും നൂറും തമ്മിൽ കുറേയും കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് കുറച്ചുകൂടെ മൊമെൻറ്റ്സ് ഈ വീട്ടിനകത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം അവരുടെ മൊമെൻറ്റ്സ് ഒക്കെ കുറച്ചും കൂടെ അധികമാണ് ശൈത്യയെക്കാട്ടെ. അപ്പോൾ ഇവർ രണ്ടും കൂടെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് ശൈത്യം കൂടെ വന്ന് കെട്ടിപ്പിടിച്ച് രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചിട്ടൊക്കെ കരയുന്നുണ്ട്. അതെനിക്ക് എന്താ പറയുക, എന്തായാലും അനുമോൾ ആദില തമ്മിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് അനുമോൾ നല്ല ജെനുവിനായിട്ടാണ് എടുത്തിരിക്കുന്നത്. ആദിലയും അതുപോലെയാണെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. ബിക്കോസ് ഇവിടെ നിന്ന് എല്ലാ പാരകളും വെക്കും, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കും അനുമോൾക്കെതിരെ പറഞ്ഞിട്ട്. പിന്നെ ഈ ഒരു വീഡിയോ ഇടുമ്പോൾ മാത്രം അവർക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരിക, ഇത് കണ്ണു. ഈ വീഡിയോ ഇപ്പോൾ ഫുൾ ടൈം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ മെമ്മറീസിലും നമ്മുടെ ഓർമ്മകളിലും ഈ ഒരു ഇതുണ്ട്, ഈ ഒരു സ്നേഹമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സ്നേഹം ഇന്ന് നിലനിൽക്കത്തുള്ളൂ. അല്ലാതെ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇട്ടു, ലാലേട്ടൻ്റെ ഈ വാക്കുകളൊക്കെ ഇങ്ങോട്ട് കേട്ട് ആ നിമിഷം അങ്ങോട്ട് സ്ട്രൈക്ക് ചെയ്തിട്ട് തോന്നും. പക്ഷേ പുറത്തിറങ്ങി, അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാൻ തുടങ്ങും. അതിനകത്ത് ആക്ച്വലി എനിക്കൊരു ജെനുവിനിറ്റി തോന്നുന്നില്ല. ഇവരിപ്പോൾ പോയതുപോലെ പോകുന്നത് തന്നെയായിരുന്നു നല്ലത്. ഇപ്പം ഈ വീഡിയോ കണ്ടിട്ട് സ്നേഹം തോന്നുന്ന സ്നേഹത്തിന് എന്തോരം ആത്മാർത്ഥതയുണ്ട് എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് ചിലപ്പം ഇൻസ്റ്റൻ്റായിട്ട് വരുന്ന സ്നേഹമല്ല, അത് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ പോവുകയും ചെയ്യും. അപ്പം നമുക്ക് നോക്കാം ഇവർക്കിടയിൽ സൗഹൃദങ്ങൾ ഇനിയും 2 ദിവസം മുൻപോട്ട് പോകുമോ, അല്ലെങ്കിൽ പിന്നെയും പഴയതുപോലെ ആകുമോ എന്നുള്ളതൊക്കെ. പലർക്കും ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ. ജെനുവിനായിട്ട് ഇവരുടെ സ്നേഹം കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ട് കണ്ണു നിറഞ്ഞ ആൾക്കാരും ഉണ്ട്. പലർക്കും പല രീതിയാണ്. അപ്പം നമുക്ക് നോക്കാം. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും അനുമോളുടെ കുറ്റം പറഞ്ഞിട്ട് ആദിലയുടെയും നൂറയുടെയും കൂടെ കുറേ ആൾക്കാരുണ്ട്. അവരുടെ കാര്യം ആലോചിക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഇത് കാണുമ്പോൾ. കാരണം ആദില രാവിലെ പറഞ്ഞപ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച വരെ ആൾക്കാർ അതിനകത്ത് ഇരിപ്പുണ്ട്. അത് മാത്രമല്ല അനുമോളെക്കുറിച്ച് ഘോരം കുറ്റങ്ങൾ പറഞ്ഞ് ആദിലയുടെയും നൂറയുടെ മനസ്സിൽ ഇട്ടുകൊടുത്ത ആൾക്കാരുണ്ട്. അതിൽ അനുമോളുടെ ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ പോലും അനുമോൾ ഈ ആദിലനെ നൂറേനെ ഇട്ട് കൊടുത്തിട്ടില്ല. ഒരിടത്ത് പോലും ആദിലയുടെ നൂറയുടെ കുറ്റം അനുമോൾ പറഞ്ഞിട്ടില്ല. അവളുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാരും ആ ഒരു കുറ്റം പറയേണ്ടി വന്നിട്ടില്ല. കാരണം അവൾ പറയുന്നില്ല. അവൾ പറയാത്തത് എങ്ങനെയാണ് അവളുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാർ പറയുന്നത്? ഒരിക്കൽ പോലും ആദിലയുടെ നൂറയുടെ കുറ്റം അനുമോളുടെ അടുത്ത് ഒരാൾ വന്ന് പറയുന്നതോ അനുമോൾ പോയി പറയുന്നതോ കണ്ടിട്ടും കേട്ടിട്ടില്ല. പക്ഷേ ആദിലയുടെ നൂറയുടെ കൂടി ഇരിക്കുന്ന ആൾക്കാർ എല്ലാവരും അനുമോളുടെ കുറ്റം പറയുന്നുണ്ട്. ആദിലയും നൂറയും അത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അത് മാനിപ്പുലേറ്റഡ് ആവുന്നതും ഉണ്ട്, അവർ വിശ്വസിക്കുന്നതും ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം.